ഹായ് എവരിവൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവകലജ സമവാക്യം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ അവകലജ സമവാക്യം ഫോം ചെയ്തെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷന് പറയുന്നത് പൊതുപരിഹാരം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു രീതിയാണ് നമ്മൾ പറയുന്നത്. വേരിയബിൾ സെപ്പറബിൾ ഫോമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേരിയബിൾ സെപ്പറബിൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ വേരിയബിൾസ് എക്സും വൈയും, അതാണ് നമ്മുടെ വേരിയബിൾസ്. അതിനെ സെപ്പറേറ്റ് ചെയ്ത്, അതായത് അതിനെ വേർതിരിച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രീതി, അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓർഡർ 1 ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കാം. ഓർഡർ 1 ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0 ആയിരിക്കും. ഈ സമവാക്യത്തെ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ജി ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു 0 എന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ സമവാക്യം വേരിയബിൾ വേർതിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണെന്ന് പറയുന്നു. ഇതിൽ ഡി എക്സിൻ്റെ കൂടെ വൈയുടെ ഫംഗ്ഷനും ഡി വൈയുടെ കൂടെ എക്സിൻ്റെ ഫംഗ്ഷനും ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, നമ്മൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്കിതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് പറയുന്നത്. അത് ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ നേരത്തെ പറഞ്ഞു, ഏതൊരു ഫോമാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ? എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡി എക്സിൻ്റെ കൂടെ വന്നിട്ടുള്ള എന്താണ്? എം ഓഫ് എക്സ് വൈ ആണ്. അതായത് ഡി എക്സിൻ്റെ കൂടെ എക്സിൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും ടേംസ് ഇവിടെ വരാം എം ആയിട്ട്, അല്ലേ? അതുപോലെ തന്നെ ഡി വൈയുടെ കൂടെ ഡി വൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് എൻ ആണ്. അതിലും എക്സിൻ്റെയും വൈൻ്റെയും ഫങ്ഷൻസ് വരാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ മാറ്റണം? ഇവിടെ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് ഡി എക്സിൻ്റെ കൂടെ എക്സിൻ്റെ ഫങ്ഷൻ മാത്രമാക്കണം. പിന്നെന്താ? ഡി വൈയുടെ കൂടെ വൈയുടെ ഫങ്ഷൻ, അതിനെ ഞാൻ ജി ഓഫ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. എക്സ് വൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ നമ്മൾ എളുപ്പമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരാളെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എങ്ങനെ എഴുതാം? എക്സ് വൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ കൂടെ ഡി എക്സിൻ്റെ കൂടെ ആരുണ്ട്? വൈ ഉണ്ട്. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ വൈനെ എവിടേക്ക് കൊണ്ടുപോവാണ്? ഈ വൈ ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ എന്ന് കിട്ടും, ഡി വൈ, അല്ലേ? ഇനി ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താവും? ഞാൻ ഇവിടെ എഴുതാം, എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ഡി വൈ. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദെൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡും. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ ഇൻറ്റഗ്രൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ്, എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ്. ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു അല്ല, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഈ ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ? എക്സ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2
പ്ലസ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് ആർബിട്രറി കോൺസ്റ്റൻറ്റ് കേട്ടോ. ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് സി നമ്മളിവിടെ കൊടുത്തു. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, ഒരു എക്സാമ്പിൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് വൈയുടെ പരിഹാരം എന്ത്, സൊല്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ആക്ച്വലി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിലേത് ആളെയാണോ അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഞാനതൊന്ന് എടുത്തെഴുതാം. dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് വൈ. ഓക്കെ, ഈ ഇ റേസ് ടു എക്സ് മൈനസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാം. സോ അത് വെച്ച് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, അത് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ എന്ന് എഴുതാം. നമ്മൾ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഇ റേസ് ടു മൈനസ് വൈ ഉണ്ട്. അപ്പോൾ ആ ഇ റേസ് ടു മൈനസ് വൈനെ ഔട്ട് സൈഡ് എടുക്കുന്നു. ഇ റേസ് ടു മൈനസ് വൈ ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്നായി അല്ലേ. ഇനി നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും ഇതിനെ, ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഈ ഇ റേസ് ടു മൈനസ് വൈനെ ഞാനിവിടെ എഴുതാം കേട്ടോ. എന്താ ഇപ്പോൾ കിട്ടിയേക്കുന്നത്, dy ബൈ ഡി എക്സ് ഈക്വൽ ടു dy by dx is equal to e raised to minus y into e raised to x plus x square എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡി എക്സിനെ നമ്മൾ ഇങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോകും, ഇ റേസ് ടു മൈനസ് വൈനെ ഇവിടേക്കും കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് കിട്ടുന്നത് dy ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈനസ് വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കിക്കേ, ഒരു സൈഡിൽ വൈയുടെ ടേം ഒരു സൈഡിൽ എക്സിൻ്റെ ടേം ആയിട്ട് മാറി. ഇനി ഈ ഇ റേസ് ടു മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു 1 ബൈ ഇ റേസ് ടു മൈനസ് വൈ. 1 ബൈ ഇ റേസ് ടു മൈനസ് വൈ എന്ന് പറയുന്നത് ഇ റേസ് ടു വൈ ആണ് അല്ലേ. ഇ റേസ് ടു വൈ ഡി വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇ റേസ് ടു വൈയുടെ ഇൻ്റഗ്രൽ എന്താ, ഇ റേസ് ടു വൈ. ഇ റേസ് ടു വൈ ഈസ് ഈക്വൽ ടു ദെൻ ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ്, എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് സി യു ഡി കൊടുത്തു. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താ കിട്ടിയേ, ഇ റേസ് ടു വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ വേരിയബിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് എക്സ്. ഇതിൻ്റെ പരിഹാരം എന്ത്, സൊല്യൂഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച മെത്തേഡ് ഏതാണ്, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യണം അല്ലേ. അതായത് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണം. എക്സിൻ്റെ ടേംസിന് ഒരു സൈഡിലും വൈയുടെ ടേംസിനെ ഒരു സൈഡിലേക്ക് നമ്മൾ മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. dy ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ പ്ലസ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ നമ്മൾ ചെയ്യുന്നത്, ഇതിൽ കോമൺ ആയിട്ട് ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് വൈ ഉണ്ട്, വൈനെ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് 1 എന്ന് കിട്ടും. ഇനി ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് എക്സ് ഉണ്ട്, അപ്പോൾ എക്സിനെ ഔട്ട് സൈഡ് എടുക്കുന്നു. എക്സിനെ ഔട്ട് സൈഡ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വൈ പ്ലസ് 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ ഈ എക്സിനെയും വൈനെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഡി വൈയുടെ കൂടെ വൈയുടെ ടേംസ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ അറേഞ്ച് ചെയ്യാണ്. y പ്ലസ് 1 ഡിവൈഡഡ് ബൈ y dy. അതായത് എന്താ ചെയ്തേക്കുന്നത്,
ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ആളെ ഇവിടേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും, ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന ആളെ ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അങ്ങനെയാണ് y+1 ഡിവൈഡ് ബൈ y dy എന്ന് വന്നിട്ടുള്ളത്. ഈക്വൽ ടു, ഇനി ഡി എക്സിനെ എങ്ങോട്ട് കൊണ്ടുപോവാണ്, നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവരാണ്, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ എന്ത് വരും, അത് x+1 ഡിവൈഡഡ് ബൈ x dx എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് വരുന്ന ഇതാണ് y+1 ഇൻ്റഗ്രൽ y+1 ബൈ y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ x+1 ഡിവൈഡഡ് ബൈ x dx ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഈ y+1 ഡിവൈഡ് ബൈ y നെ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ y ബൈ y പ്ലസ് 1 ബൈ y dy. അങ്ങനെ അതിനെ റീപ്ലേസ് ചെയ്യാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് a+b ബൈ c ഈക്വൽ ടു a ബൈ c പ്ലസ് b ബൈ c എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് കേട്ടോ എഴുതിയത്. അപ്പോൾ വീണ്ടും ഇത് ഈക്വൽ ടു x ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് dx അല്ലേ. അതായത് ഇൻ്റഗ്രൽ 1 പ്ലസ് 1 ബൈ y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 പ്ലസ് 1 ബൈ എക്സ് dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1ൻ്റെ ഇൻ്റഗ്രൽ എന്താ, വിത്ത് റെസ്പെക്ട് ടു y ആണ്, പ്ലസ് 1 ബൈ വൈയുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ലോഗ് y ആണ്. ലോഗ് y ഈക്വൽ ടു ഇതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് എക്സ്. ഇനി നമ്മൾ എന്ത് കൊടുക്കണം, നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ്. നമ്മുടെ ഇവിടെയൊക്കെ ലോഗ് വന്നിട്ടുള്ളത് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റിന് ലോഗ് ഒരു c ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ലോഗുള്ള ആളുകളെയൊക്കെ ഒരു സൈഡിലേക്ക് വെക്കാണ്. എങ്ങനെ, ലോഗ് y മൈനസ് ലോഗ് എക്സ് മൈനസ് ലോഗ് c ഈക്വൽ ടു എക്സ് മൈനസ് c എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇതാണ് ലോഗ് y മൈനസ് ലോഗ് എക്സ് മൈനസ് ലോഗ് c is equal to എക്സ് മൈനസ് y എന്ന് കിട്ടി. ദെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താ, നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി ആണ്. എ ഇൻറ്റു ബി ആണ്. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി ആണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ്. അതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ഒരു മൈനസിന് ഔട്ട് സൈഡ് എടുത്തിട്ട് ലോഗ് y മൈനസ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് c ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് നമ്മൾ എഴുതി. ഇനി ഇതെന്താ, ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്ന ഫോമാണ്. അതെന്താ, ലോഗ് എ ബി ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ലോഗ് y മൈനസ് ലോഗ് എക്സ് സി എന്ന് എഴുതി. ലോഗ് എക്സ് സി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതെന്താ, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ അതിന് നമുക്ക് ലോഗ് എ ബൈ ബി ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് ലോഗ് y ബൈ എക്സ് ബൈ സി ഈക്വൽ ടു എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അതിനകത്ത് ലോഗ് ഇല്ല, എക്സ്പൊണൻഷ്യൽ ആണ് വന്നിട്ടുള്ളത്, ഇ റേസ് ടു ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു, നമ്മളിവിടെ രണ്ടിടത്തും ഇ റേസ് ടു നമ്മൾ എടുക്കുകയാണ്. അതായത് ഇ റേസ് ടു ലോഗ് y ബൈ എക്സ് സി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതെന്താ, ഇ റേസ് ടു ലോഗ് എക്സ് എന്തിനോട് ഈക്വൽ ആ, ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിനോട് ഈക്വൽ ആണ്. സോ ഇ റേസ് ടു ലോഗ് y ബൈ എക്സ് മൈനസ് സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, y ബൈ എക്സ് സി എന്നോട് ഈക്വൽ ആയിരിക്കും. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് വൈ. അതായത് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയേക്കുന്നത് y ബൈ എക്സ് സി ഇ റേസ് ടു എക്സ് മൈനസ് വൈ എന്നാണ് കിട്ടിയേക്കുന്നത്. ഇതിനെ y ഈക്വൽ ടു എന്ത് എഴുതാം, y ഇസ് ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ സി എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ ഇതാണ്. ഇതും നമ്മുടെ ഓപ്ഷൻസുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കാം. y ഇസ് ഈക്വൽ ടു സി എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് വൈ. അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ സി നോക്കിക്കേ. ഓപ്ഷൻ സിയിൽ y ഇസ് ഈക്വൽ ടു എ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് വൈ.
അവിടെ എടുത്തേക്കുന്ന ആർബിട്രറി കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻ്റ് എ ആണ്, നമ്മൾ സി എടുത്തു എന്നേ ഉള്ളൂ. നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിൽ കണ്ടതിന് ശേഷം ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.